Hello guys, നമ്മ ഡാറ്റാബേസ് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു ആൻഡ് ഇനി നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHP കോഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏറ്റവും ഫൺ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ പാർട്ട്, PHP കോഡ് ചെയ്യുക എന്ന് നമുക്ക് തുടങ്ങാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ്, നമ്മുടെ കോഡ് എടുക്കട്ടെ. സോ ദിസ് കോഡ് ആൻഡ് വെയിറ്റ്. ഓക്കെ, നമ്മുടെ കോഡ് ആൻഡ് ഓക്കെ നമ്മുടെ ഫോം എവിടെയാണ് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫോം ഇതല്ലേ നമ്മുടെ ഫോം ക്ലാസ് ആൻഡ് ദിസ് വാട്ട് നമ്മുടെ ഫോം ഓക്കെ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഫോം ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് ഡിവ് മാറ്റി ഇത് നമുക്ക് ഫോം എന്നാക്കാം. ആൻഡ് ഇത് നമുക്ക് ഫോം ക്ലോസ് ചെയ്തു. ആൻഡ് ഫോമിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ലൈക്ക് ഗെറ്റ് മെത്തേഡ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സെയിം തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു നമുക്ക് ഈ ഡാറ്റ നമുക്ക് എടുക്കാൻ വേണ്ടി. സോ ആക്ഷൻ വെയിറ്റ് ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ഫോം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുകയാണ് ഇത്തിരി കൂടി ഈസി. സോ പോസ്റ്റ് മെത്തേഡ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഫോം മെത്തേഡ് എടുത്തപ്പോൾ പറഞ്ഞല്ലോ നമ്മ പാസ്വേഡ് ഉണ്ടാകുമ്പോൾ പോസ്റ്റ് മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്, കാരണം ഡാറ്റ ഹൈഡ് ആയിരിക്കും. സോ നമുക്ക് ഈ ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ആൻഡ് ഇപ്പോൾ ഫോമിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ കയറി അല്ലേ, ഫോമിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ കയറി. നമുക്ക് ഞാനിത് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഫോമിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ കയറിയത് കാണാമല്ലോ അല്ലേ, നോ പ്രോബ്ലം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ നമുക്ക് ഫോമിൻ്റെ ഇവിടെ മെത്തേഡ് പോസ്റ്റ് ആക്ഷൻ നത്തിങ്. സോ ഈ പേജ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ലൈക്ക് യോഗ്യൻ എടുത്തു കടൽ സോറി ഓക്കെ കണ്ട എന്നൊക്കെ കഴിഞ്ഞാലും ഈ പേജ് തന്നെയാണ് ട്രിഗർ ആവുള്ളൂ, വേറെ പേജൊന്നും ട്രിഗർ ആയി പോവില്ല. ഓക്കെ, സോ അത് നമ്മുടെ കഴിഞ്ഞു. ആൻഡ് ഇത് നമുക്ക് സബ്മിറ്റ് ടൈപ്പ് സബ്മിറ്റ് ഓക്കെ. ഇപ്പോൾ ഈ പേജ് തന്നെയാണ് ട്രിഗർ ആവുന്നത്, കണ്ടില്ലേ ലോഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHP കോഡ് ചെയ്യാം. PHP ഓക്കെ, PHPൻ്റെ ലൈൻ ഓഫ് കോഡ് എഴുതാൻ പോകുന്നു. സോ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോമിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെയിം അല്ലേ, ഇത് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ബട്ടൺ ലൈക്ക് ഫോം BTN പേര് കൊടുത്തു. ആൻഡ് നമുക്കിവിടെ ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇഫ് asset I think it's is set then നമുക്ക് പോസ്റ്റ് അല്ലേ നമ്മുടെ മെത്തേഡ്. സോ $sign then post then like this നമ്മുടെ പോസ്റ്റ് ഡാറ്റ നോക്കാൻ വേണ്ടി. ആൻഡ് നമുക്ക് ഈ നെയിം ഇവിടെ എടുക്കാം. ഞാൻ ഫൺ പാത്ത് കാണിച്ചു തരാം. ആൻഡ് നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു പ്രിൻ്റ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ പ്രിൻ്റ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്കോ. ആൻഡ് ഇവിടെ this is inside the if. ഓക്കെ, ഞാൻ കൊടുത്തു. ആൻഡ് നൗ കണ്ടില്ലേ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഓക്കെ ദാറ്റ് അൺയൂഷ്വൽ വെയിറ്റ് ഓക്കെ കണ്ടില്ലേ ദിസ് ഈസ് ഇൻസൈഡ് ദ ഇഫ്. നേരത്തെ ഫസ്റ്റ് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ സാധാരണ ഫസ്റ്റ് കയറുമ്പോൾ ഇങ്ങനെ കാട്ടിത്തരാം. ലൈക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ അഡ്മിൻ എന്നടിക്കുമ്പോൾ കണ്ടില്ലേ വരൂല, ഈ എഫ് ട്രിഗർ ആവില്ല. ആഫ്റ്റർ നമ്മൾ ലോഗിൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഇഫിൻ്റെ കോഡിനുള്ളിലുള്ള എല്ലാം ട്രിഗർ ആവും. ദ റീസൺ ഇസ് ദാറ്റ് ഓക്കെ ഈ ഇൻപുട്ട് ബട്ടൺ നെയിം നമ്മൾ കൊടുത്തുന്നു ഫോം BTN അല്ലേ. നമ്മൾ അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ ഇൻപുട്ടിനും നെയിം കൊടുത്തപ്പോൾ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ആയാലും ഗെറ്റ് ആണെങ്കിലും അപ്പോഴത്തെ പേജിൽ ആക്സസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആക്സസ് ചെയ്ത് തരുന്ന
$_post പിന്നെ നമ്മൾ ഏതാണ് ഈ നെയിം ആ നെയിമിൻ്റെ പേര് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും. ഏത് പോസ്റ്റ് ഫോം BTN ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. സോ അതാണ് നോർമലി നടക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഈ സെറ്റിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെയുണ്ട്. ഓക്കെ, സോ നമുക്ക് അത് ഓക്കെ. ഇപ്പം നമ്മൾ ലോഗിൻ നോക്കി കഴിഞ്ഞാൽ ഈ കോഡ് ഓഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇനി ഈ കോഡ് ഓഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഒതൻറ്റിഫിക്കേഷൻ പാർട്ട് എഴുതാം. ഓക്കെ, സോ നമ്മുടെ ഒതൻറ്റിഫിക്കേഷൻ പാർട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, ലൈക്ക് യൂസർ ഉണ്ടാവണം. യൂസറിന് ഒതൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റണം. ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റ എടുത്തിരിക്കുന്നത്. സോ ഡാറ്റാബേസ് DB കണക്ട് നമുക്ക് വേണം അല്ലേ. സോ DB കണക്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ DB കണക്ട്, സോ വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ W3 എവിടെ എന്തെങ്കിലും ജസ്റ്റ് ഫോർ റിമൈൻഡർ നിങ്ങൾക്ക് നിങ്ങളുടെ DB കണക്റ്റോ സേവ് ചെയ്തൊക്കെ വെക്കാം. I usually look like that data PHP. So database connect. There's no like big deal on that. Okay, so നമ്മുടെ DB connect just ആ കോഡ് തന്നെ just copy paste like that. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസ് കണക്ട് എടുത്തു. ആൻഡ് നമുക്ക് ഇനി DB കണക്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്കൽ ഹോസ്റ്റ് സെർവർ നെയിം യൂഷ്വലി ലൈക്ക് ലോക്കൽ ഹോസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. PHP ഫോർമാറ്റ് സോറി. സോ ലോക്കൽ ഹോസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. യൂസർ നെയിം റൂട്ട് ഇസ് യൂഷ്വൽ. പാസ്വേഡ് നത്തിങ്. എൻ്റെ കേസിൽ പാസ്വേഡ് ഉണ്ടായില്ല. നിങ്ങളുടെ കേസിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ സാധാരണ DB കണക്ട് സെക്ഷൻ അല്ലാണ്ട് കാര്യമായിട്ടില്ല. ഇഫ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക എന്താ സംഭവം എന്ന്, നമുക്ക് ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ നമ്മൾ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്തു. കണക്ഷൻ ചെക്ക് ചെയ്യുന്നു. ലൈക്ക് ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, ബട്ട് ഇറ്റ്സ് എറർ ചെക്കിംഗ് മെത്തേഡ്. നമുക്ക് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ്. സോ ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തു. ഒരു ഇൻറ്റൻറ്റേഷനൊക്കെ കൊടുത്തു, കാരണം അത് കാണാനൊരു നല്ലൊരു ഇതിനായിട്ട്. ഓക്കെ, റീഡബിലിറ്റിക്കായിട്ട്. സോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് കയറി റൂട്ട് നമ്മുടെ യൂസർ നെയിം കൊടുത്തു. പാസ്വേഡ് എനിക്ക് എൻ്റെ കേസിൽ ഒന്നുമില്ല, സോ നത്തിങ്, ഞാനൊന്നും കൊടുത്തില്ല. ആൻഡ് എല്ലാം കണക്ടിവിറ്റി ആക്കി. സോ നമുക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ റീലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, കണക്ട് സക്സസ്ഫുള്ളി. സോ നമുക്ക് ഈ എക്കോ എടുത്ത് കളയാം. സോ ഇപ്പോൾ ഡാറ്റാബേസ് കണക്റ്റ് ആയി. ബട്ട് there some issues like നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡാറ്റാബേസ് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ എല്ലായിടത്തും വന്ന് സെയിം ലൈൻ ഓഫ് കോഡ് കോപ്പി പേസ്റ്റോ റീ എൻട്രോ ചെയ്യേണ്ടി വരും. സോ ആ കേസ് ഒഴിവാക്കാൻ നമുക്ക് ഇത് വേറൊരു ഫയലിലേക്ക് സേവ് ചെയ്തിട്ട് ആ ഫയൽ മാത്രം കോഡ് ചെയ്താൽ മതി, എവിടെയൊക്കെ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ. സോ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സോ നമ്മുടെ ലൈക്ക് ദാറ്റ് ഇവിടെ നമുക്കൊരു MySQL കണക്ട് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കാം. ലൈക്ക് MySQL. ഓക്കെ, MySQL എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ MySQL കണക്ട് ഡോട്ട് സോറി PHP. ഓക്കെ, സോ നമ്മൾ MySQL കണക്ട് നമ്മളിവിടെ കൊടുത്തു. ആൻഡ് നമ്മുടെ PHP കോഡ്, നമ്മുടെ സാധാരണ PHP കോഡ്. ഓക്കെ, PHP കോഡ് ആൻഡ് നമ്മുടെ MySQLൻ്റെ ഇതാണല്ലോ നമ്മൾ എടുത്ത ടാഗ്. സോ നമ്മൾ എടുക്കുക, ആൻഡ് നമ്മൾ MySQLൻ്റെ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. സോ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടെ MySQL കോപ്പി ചെയ്തു. ഇനി നമുക്ക് ഈ സെയിം സാധനം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണം അല്ലേ, അതാണ് നമുക്ക് ഇനി അടുത്തൊരു ടാസ്ക്. സോ അതിനാണ് നമ്മൾ ഇൻക്ലൂഡ് എന്നൊരു സാധനമുണ്ട്. ഇൻക്ലൂഡ് വൺസ് ഉണ്ട്, ഇൻക്ലൂഡ് ഉണ്ട്. സോ ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഇൻക്ലൂഡ് നമ്മുടെ ഫയൽ എവിടെ കിടക്കുന്നത് അവിടെ നോക്കാം. സോ നമ്മുടെ കേസിൽ ഇതാണ് നമ്മുടെ ഇൻഡെക്സ്. ഇതിൻ്റെ ഉള്ളിൽ MySQL എന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. സോ ദാറ്റ് കേസ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അഡ്മിൻ്റെ ഉള്ളിൽ നമ്മൾ പോയതാണ്. സോ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് MySQLൻ്റെ ഉള്ളിൽ തന്നെ സാധനമുണ്ട്. സോ കൊടുക്കാം. നമുക്കിപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാം. എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, കണക്ട് സക്സസ്ഫുള്ളി. സോ MySQL ഇനി എവിടെയൊക്കെ നിങ്ങൾക്ക് MySQL കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ലൈൻ ഓഫ് കമാൻഡ് കൊടുത്താൽ മതി.
സോ ഇറ്റ്സ് ദാറ്റ് ഈസി. ഇപ്പോൾ ഒന്നും കൂടെ ഷോർട്ട് ആക്കിയില്ല നിങ്ങളുടെ ഫയലിൻ്റെ സൈസ്. ഇനി നമുക്ക് ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാബേസ് കണക്ടിവിറ്റി ചെയ്യാം. ഡാറ്റാബേസ് കണക്ടിവിറ്റി ഒതൻറ്റിഫിക്കേഷൻ ചെയ്യാം. സോ ഒതൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വറി കൊടുക്കണം, ഡാറ്റാബേസ് കണക്ട് ചെയ്യണം. സോ അതിലേക്ക് പോവാം. നമുക്കിവിടെ ഡാറ്റാബേസ് നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. ലൈക്ക് ഡാറ്റാബേസ് എന്തായാലും ഒരു ഡാറ്റാബേസ് ആയിക്കുമല്ലോ, അതായത് 10-20 ഡാറ്റാബേസ് ഒരിക്കലും വന്നിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേസ് വരൽ കുറവാണ്, ഉണ്ടാവാൻ പക്ഷെ എന്തായാലും കുറവാണ്. ഓക്കെ, സോ നമ്മുടെ DB നെയിം, സോ DB നെയിം, ഡാറ്റാബേസിൻ്റെ നെയിം എന്താ നമുക്ക് കൊടുത്താൽ ഐ തിങ്ക് ഓക്കെ തിങ്കർ ഹബ് എന്നാണ് നമ്മൾ കൊടുത്തത്. സോ തിങ്കർ ഹബ് എന്ന് നമുക്ക് വന്നു ആൻഡ് ഞാൻ തിങ്കർ ഹബ് എന്ന് കൊടുത്തു. ആൻഡ് DB നെയിം ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് there you go, DB നെയിം സെറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ ഡാറ്റാബേസിൻ്റെ നെയിം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. ആൻഡ് നൗ ഓക്കെ, ഡാറ്റാബേസ് കണക്റ്റ് ആയി. ഇനി നമുക്ക് ഡാറ്റാബേസിൻ്റെ ക്വറീസ് റൈറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അത് നമുക്ക് അപ്പുറത്ത് നമ്മളുടെ ഇവിടെ തന്നെ ആയിരിക്കും, കാരണം ക്വറീസ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, ഒരു ടൈപ്പ് ഓഫ് ക്വറീസ് ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തന്നെ തുടങ്ങാം. സോ നമ്മുടെ ഇവിടെ ക്വറീസ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒതൻറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം മാത്രമാണ് ഇത് ഈ യൂസർ നെയിം പാസ്വേഡ്, നമ്മൾ അടിച്ച യൂസർ നെയിം പാസ്വേഡിലുള്ള വ്യക്തി ഉണ്ടോ അല്ലെങ്കിൽ ആ യൂസർ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ആ ഒരു പാർട്ട് ചെക്ക് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഈസി, ലൈക്ക് ദാറ്റ്. വെയിറ്റ്, this thing. ഓക്കെ, നമ്മുടെ ക്വറീസ് എടുക്കാം. ആൻഡ് ഓക്കെ, നമുക്കൊരു ക്വറി കൊടുക്കാം. സെലക്ട് സ്റ്റാർ, ഓക്കെ സ്റ്റാർ, സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ടേബിളിൻ്റെ പേര്, നമ്മുടെ ടേബിളിൻ്റെ പേര് പബ്ലിഷറിൻ്റെ ഉള്ളിൽ വെയർ. കാരണം MySQL ക്വറിയിൽ നമുക്ക് സ്റ്റാർ ഫ്രം പബ്ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡാറ്റകളും കിട്ടും. പിന്നെ പിന്നെ വൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പിന്നെ സെർച്ച് ചെയ്യാൻ നടക്കണം. സോ അതല്ലാണ്ട് നമുക്ക് MySQL തന്നെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ പണി ഈസിയാവും, സ്പീഡാവും. കാരണം MySQLൻ്റെ ക്വറി നമ്മളുടെ നമുക്ക് PHP കോഡ് അടിക്കുന്നതിനേക്കാൾ സ്പീഡിൽ MySQLൻ്റെ ക്വറീസ് വർക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയർ നമ്മുടെ ഫസ്റ്റത്തെ കോളത്തിൻ്റെ പേരൊന്നാണ് ലൈക്ക് നമ്മുടെ സ്ട്രക്ചർ എടുക്കാം. ഓക്കെ, നമ്മുടെ യൂസർ നെയിം എന്നാണല്ലോ. അപ്പോൾ യൂസർ നെയിം ഈക്വൽ ടു അതവിടെക്കട്ടെ. ആൻഡ് പാസ്വേഡ്, ഓക്കെ പാസ്വേഡ് ഈക്വൽ ടു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് എന്ത് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യണത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്കൊരു ഡമ്മി ഡാറ്റ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ കൊടുക്കാം, ഓക്കെ തിങ്ക് ആൻഡ് നമ്മ പാസ്വേഡ് 123 നോർമൽ പാസ്വേഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ക്വറി എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. സോ നമുക്ക് ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇഫ് കണ്ടീഷനിൽ നമുക്ക് നോക്കാം, ലൈക്ക് ഈ റിസൾട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്, ഉണ്ടോ ഇല്ലയോ എന്ന്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വറി ഇവിടെ കണക്ഷൻ ക്വറിയിൽ കൊടുത്തു, നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്തു, നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇനി റിസൾട്ടിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് മാത്രം ചെക്ക് ചെയ്യുന്നത്. സാറിന് നമുക്ക് സെലക്ട് സ്റ്റാർ ഡാറ്റാസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് അറേ ആയിട്ടായിരിക്കും, അസോസിയേറ്റീവ് അറേ ആയിട്ടായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഞാൻ ഒരു അറേ ആയിട്ട് കിട്ടും, ലൈക്ക് അദ്ദേഹം നിങ്ങൾ തലതാക്കേണ്ട ഒരു അറേ ആയിട്ട് കിട്ടും. സോ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അറേ റോസ്. ഓക്കെ, സോ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇഫിൻ്റെ ഉള്ളിൽ കയറില്ല, ഗേറ്റ് 0 ആണെങ്കിൽ മാത്രമേ കയറുള്ളൂ, 0 ആണെങ്കിൽ കയറില്ല. സോ ഇവിടെ നമുക്ക് ഒരു എക്കോ കൊടുക്കാം, ഒന്നും കൂടെ എക്കോ there is data and ഇവിടെ നമുക്ക് എൽസ് പാർട്ട് എഴുതാം.
else part and echo there is no data. Okay, നമ്മൾ രണ്ടെണ്ണം കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് വർക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ വർക്കൗട്ട് ചെയ്യാം. കടാ, there is no data. Why there is no data? That's actually crazy, right? ആക്ച്വലി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസറിൽ അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തത് പാസ്വേഡ് അഡ്മിൻ 123 എന്നാണ് കൊടുത്തത്. സോ നമ്മുടെ കൊറി കൊടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വെയർ യൂസർ നെയിം തിങ്ക് പാസ്വേഡ് 123 അങ്ങനത്തെ ഒരു യൂസർ നെയിമോ പാസ്വേഡോ നമ്മുടെ ഡാറ്റാബേസിലില്ല. സോ ഡാറ്റ ഇല്ലാന്ന് വെച്ചു. സോ നമുക്ക് ഈ ഒരു കേസ് തന്നെ നമുക്ക് കുറച്ചും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓതൻറ്റിഫിക്കേഷൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വെയിറ്റ് ഇവിടെ there is no data എന്ന് പറഞ്ഞതിന് ശേഷം there is no user, there is user. So simple, യൂസർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, യൂസർ ഇല്ലെങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകും. സിമ്പിൾ മാറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ യൂസറിൻ്റെ ഓതൻറ്റിഫിക്കേഷൻ ഏകദേശം ഒരെണ്ണമായി. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഹാർഡ് കോഡഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്, കൊറിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഹാർഡ് കോഡല്ല വേണ്ടത്, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് കൊടുക്കുന്നത്. സോ അത് കൊടുക്കാൻ പ്രിറ്റി സിമ്പിൾ. നമ്മൾ ഇവിടെ കൊടുത്തല്ലോ പോസ്റ്റ്, ഈ സെയിം തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് സോ നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി കൂടെ ഇതാക്കാൻ വേണ്ടി യൂസർ നെയിം ഈസ് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് ഓർമ്മ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ നെയിം യൂസർ നെയിം ആണല്ലോ, ജസ്റ്റ് അത് നമ്മൾ ഇവിടെ കൊടുത്തു. നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ഫോം ബട്ടൺ കൊടുക്കുന്നതിന് പകരം യൂസർ നെയിം എന്ന് കൊടുത്തിട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ സെയിം സ്കീമിൽ തന്നെ സെയിം രീതിയിൽ തന്നെ പാസ്വേഡ് എന്ന് കൊടുത്തു. നമ്മൾ ഇവിടെ ഇതും പകരം എന്നിട്ട് പാസ്വേഡ് എന്നാണല്ലോ നമ്മുടെ നെയിം, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് സേവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡിന് രണ്ട് വേരിയബിൾ കിട്ടി. നിങ്ങൾക്ക് ഇത് അല്ലാണ്ട് ഇവിടെ നേരിട്ട് കൊടുക്കാം, പക്ഷെ എന്നാലും ഇതാണ് കുറച്ചും കൂടെ നല്ലത് കാണാൻ. സോ യൂസർ നെയിമായി ആൻഡ് നമ്മളിപ്പോൾ ഓക്കെ പാസ്വേഡ് എന്ന് നമുക്ക് കൊടുത്തു. ആൻഡ് നമ്മൾ ഇപ്പോൾ ഇത് കൊടുത്തല്ലോ. ആൻഡ് നമ്മൾ ഇനി ഓക്കെ സോ ഓക്കെ there is no user. മുഹമ്മദ് അനസും 1 എന്നും പറഞ്ഞായിരുന്നു നമ്മുടെ പാസ്വേഡ്. സോ അതുകൊണ്ടാണ് ഇല്ലാത്തത്. സോ നമ്മുടെ വെയിറ്റ് ഓക്കെ നമ്മുടെ ഇത് പറഞ്ഞാൽ അഡ്മിൻ 123. സോ അഡ്മിൻ ആൻഡ് അഡ്മിൻ 123 സോ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ there is user, നമ്മുടെ കറക്റ്റ് അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തപ്പോൾ there is user എന്ന് പറഞ്ഞിട്ട് ഓതൻറ്റിഫിക്കേഷൻ ആയി. സോ നമ്മൾ ഓതൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ബട്ട് ഓതൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അടുത്ത പാർട്ട് എന്താണ്, ഇനി നമ്മുടെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവും. സോ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അതായിരിക്കുള്ളൂ, നമുക്ക് എങ്ങനെ അടുത്തലേക്ക് റീഡയറക്റ്റ് ആവാം. പിന്നെ ഒരു സെക്ഷനും കീപ്പ് ചെയ്യണം, ലൈക്ക് എന്നാൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എപ്പൊക്കെ യൂസർ ലോഗ് ഔട്ട് ആയി എന്നൊക്കെ. സോ അതും കൂടെ നമ്മൾ കീപ്പ് ചെയ്യണം. സോ അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. താങ്ക് യു.